ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ഡയമെൻഷൻ്റെ കുറച്ച് ഫിഗറുകൾ പഠിച്ചു. അതിൻ്റെ ബാക്കിയായിട്ട് ഇന്നിനി പഠിക്കാൻ പോകുന്ന സർക്കിളിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് സർക്കിൾ, എങ്ങനെയാണ് സർക്കിളിൻ്റെ ഏരിയ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം സർക്കിളിൻ്റെ ഏരിയ എന്താണെന്നും അതിൻ്റെ സർക്കംഫറൻസ് എന്താണെന്നും ഒക്കെ. പക്ഷേ ഇത് എങ്ങനെയാണ് കിട്ടുന്നത്, അതിൻ്റെ വാല്യൂസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതും കൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാം, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. നോക്കാം. നമുക്ക് മെയിനായിട്ട് എക്സാമിന് സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്കറിയാവേണ്ട ഇക്വേഷൻസ്, നമുക്ക് എല്ലാവർക്കും ബയോട്ടായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഏതൊരു സർക്കിൾ എടുത്താലും അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പൈ ആർ സ്ക്വയർ ആയിരിക്കും. അതല്ലെങ്കിൽ പൈ ഇൻറ്റു ഡി സ്ക്വയർ ബൈ 4. ആറിനെ നമുക്ക് d/2 എടുത്താൽ പൈ ഇൻറ്റു ഡി സ്ക്വയർ ബൈ 4 അങ്ങനെ വേണമെങ്കിൽ ഇക്വേഷൻ ആക്കാം. അതല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഈ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് മാത്രം തന്നാൽ മതി, ആ സർക്കിളിൻ്റെ റേഡിയസ്, അതിൻ്റെ വാല്യൂ എന്താണെന്ന് മാത്രം തന്നാൽ മതി. അതല്ലാണ്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ ആര് നമ്മളോട് ഒരു സർക്കിളിൻ്റെ ഏരിയ ചോദിച്ചാലും നമ്മൾ വേഗത്തിൽ അതിൻ്റെ ആൻസർ പറയും എന്താണ്, അതിൻ്റെ ആൻസർ ഏതൊരു സർക്കിളിൻ്റെ ഏരിയ ആണെങ്കിലും അത് പൈ ആർ സ്ക്വയർ ആണെന്ന്. പക്ഷേ ഞാനിവിടെ ചോദിക്കുന്നൊരു കാര്യം ഇതേ ഉള്ളൂ, എന്തുകൊണ്ട് ഒരു സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആയി? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ സർക്കിളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാത്രം നമുക്കിവിടെ ഒരു പൈ എന്നൊരു വാല്യൂ വന്നത്? നമ്മൾ റെക്റ്റാങ്കിൾ പഠിച്ചു, റോംബസ് പഠിച്ചു, സ്ക്വയർ പഠിച്ചു, അല്ലെങ്കിൽ ട്രയാങ്കിൾ പഠിച്ചു. ഇവിടെയൊന്നും നമുക്ക് എന്ത് വന്നിട്ടില്ല, ഈ പൈ എന്ന് പറഞ്ഞൊരു വാല്യൂ വന്നിട്ടില്ല. എന്തുകൊണ്ടൊരു സർക്കിളിൻ്റെ കാര്യം വന്നപ്പോൾ, അല്ലെങ്കിൽ കർവ്ഡ് ഷേപ്പ് ഫിഗർ വരുമ്പോഴെല്ലാം അതിനകത്തൊരു പൈ വാല്യൂ വന്നു? എന്താണ് ഈ പൈയുടെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ട് പൈ വന്നു, എന്തുകൊണ്ട് ഒരു സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആയി? ഇതൊക്കെ എൻ്റെ ഡൗട്ടുകളാണ്, ഞാൻ ചോദിക്കുകയാണ്. അതായത് എന്തുകൊണ്ട് സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആയി? പൈൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും 22/7 അല്ലെങ്കിൽ 3.14159 എന്നൊക്കെ പറയും. അതൊക്കെ ശരിയാണ്. പക്ഷേ എന്തുകൊണ്ട് ആ ഒരു വാല്യൂ ഇവിടെ വന്നു, അങ്ങനെ ഒരു വാല്യൂ ഇവിടെ വരാനുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഒരു ഏരിയ പൈ ആർ സ്ക്വയർ ആവാനുള്ള കാര്യം എന്താ, എങ്ങനെ നമുക്ക് ആ പൈ ആർ സ്ക്വയർ കിട്ടി? ഞാൻ ചോദിക്കുന്ന ചോദ്യം മനസ്സിലായോ? എന്തുകൊണ്ട് ഒരു സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആയി? ഒരു റെക്റ്റാങ്കിൾ ആയിരുന്നെങ്കിൽ അതിൻ്റെ ലെങ്തിൻ്റെ ഹൈറ്റ് മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുമായിരുന്നു, അതിൻ്റെ ഏരിയ കിട്ടുമായിരുന്നു. നമുക്കറിയാം, അതായത് ലെങ്തിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്ത് പോകും. എത്രയാണ് ഹൈറ്റ് അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ഏരിയ ഡിഫ്ലക്ട് ചെയ്യും, അതിൻ്റെ ഏരിയ മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാനിവിടെ ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടൊരു പൈ ആർ സ്ക്വയർ ഇക്വേഷൻ കൊടുക്കുമ്പോൾ ഏതൊരു ആർ റേഡിയസ് ആയിട്ടുള്ള സർക്കിളിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കിട്ടുന്നു, അത് എന്തുകൊണ്ട് കിട്ടുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം അത് കിട്ടിയത്? അങ്ങനെയുള്ള നമ്മൾ മനസ്സിലാക്കാതെ പോയ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാതെ പോയ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നതേ ഉള്ളൂ. ഇതൊന്നും നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന കാര്യമല്ല. നമുക്ക് എക്സാമിന് ആകെ എന്ത് അറിഞ്ഞാൽ മതി, ഏരിയ പൈ ആർ സ്ക്വയർ ആണെന്ന് അറിഞ്ഞാൽ മതി. പക്ഷേ ഞാനിവിടെ പറയുന്ന കാര്യം, ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. എന്താണ് പൈ, എന്തുകൊണ്ട് പൈൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടി, അല്ലെങ്കിൽ എന്താണ് പൈ എന്ന് പറഞ്ഞാൽ, പൈ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഏരിയ എങ്ങനെ പൈ ആർ സ്ക്വയർ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. അതായത് നമുക്ക് ആദ്യം പൈൻ്റെ വാല്യൂ കൂടെ പറയാം. എന്താണ് പൈ എന്ന് വെച്ചാൽ, പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു കർവ്ഡ് ഷേപ്പ് ഫിഗർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൈ വാല്യൂ കണ്ടുപിടിക്കാൻ ആ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ്, ചുറ്റളവ് കണ്ടുപിടിച്ചാൽ ആ ചുറ്റളവിനെ അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ത്, ഒരു പൈൻ്റെ വാല്യൂ. അതായത് ഏതൊരു, നമ്മൾ ഈ പൈ എന്ന് പറഞ്ഞില്ലേ, ഈ പൈൻ്റെ വാല്യൂ 3.14 കിട്ടിയതിൻ്റെ കാര്യം എന്താ, ഏതെങ്കിലും ഒരു സർക്കിൾ എടുത്താൽ ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ്, ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, ആ ചുറ്റളവിനെ അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് ഡയമീറ്റർ നമുക്ക് കണ്ടുപിടിച്ചൂടെ, ആ ചുറ്റളവിനെ അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂയാണെന്ത്, പൈ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ നമ്മൾ 22/7 എന്നും അല്ലെങ്കിൽ 3.14159 എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. അത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും കർവ്ഡ് ഷേപ്പ് തന്നിരുന്നെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസിനെ അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, പൈൻ്റെ വാല്യൂ കിട്ടും. ഇന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഏതെങ്കിലും സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞു തന്നേക്കാണ്. അതായത് ഡിഫറെൻറ്റ് റേഡിയസ് ഉള്ള 3 സർക്കിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് 3ൻ്റെ റേഡിയസ് ഡിഫറെൻ്റ് ആണ്. ഇത് ചെറിയൊരു റേഡിയസ് ആണ് R1, കുറച്ചും കൂടി വലുതാണ് R2, കുറച്ചും കൂടി വലുതാണ് R3. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, 3 സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏരിയ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഏരിയ ഒരു പൈ ആർ സ്ക്വയർ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ കിട്ടുന്നു. അതായത് നമുക്കിപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലേക്ക് ഞാനൊരു സർക്കിളിൻ്റെ ഷേപ്പിലുള്ളൊരു ഷീറ്റ് തന്നു, നിങ്ങൾക്കൊരു സ്കെയിലും തന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നു, കാൽക്കുലേറ്റർ മാത്രം തന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയില്ലെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് മെത്തേഡിൽ നിങ്ങൾക്ക് ഈ സ്കെയിലും
ഈ ഒരു സർക്കിൾ, ഈ ഒരു സ്കെയിലിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെഷർമെൻ്റ് സാധനമുണ്ട്. ഇത് വെച്ച് നിങ്ങൾ എങ്ങനെ ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കും? ഞാൻ ചോദിച്ച ചോദ്യത്തിലേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ച് നിങ്ങൾ ഈ ഒരു സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ഈ സർക്കിളിനെ ഒരു റെക്റ്റാങ്കിൾ ആക്കി മാറ്റി, അല്ലെങ്കിൽ സ്ക്വയർ ആക്കി മാറ്റി, പിന്നെ ഒരു ട്രയാങ്കിൾ ആക്കി അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. അങ്ങനെ കുറേ ഏരിയ കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് അതിലാണ് സം ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് സർക്കിൾ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലാണ്ട് എങ്ങനെ ഈ ഒരു πr സ്ക്വയർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടി, ഇങ്ങനത്തെ ഇതുപോലുള്ളൊരു വാല്യൂ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യത്തിലേക്ക് എങ്ങനെ എത്താം എന്ന് നോക്കാം. അതായത് നമ്മൾ നോർമലായിട്ട് നമ്മുടേതായ ബേസിക് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ, അതായത് ആദ്യം ഒരു സ്ക്വയർ ആക്കുന്നു, പിന്നെ ട്രയാങ്കിൾ ആക്കുന്നു, പിന്നെ കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾ ആക്കി ബാക്കിയുള്ള ഏരിയ എല്ലാം കണ്ടുപിടിക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ സർക്കിളിൻ്റെ ഏരിയ ഡിഫറെൻറ്റ് ആയിട്ട് കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സർക്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസിന് സ്ക്വയറിന് പ്രൊപ്പോർഷൻ ആണെന്ന് മനസ്സിലാക്കാം. അതായത് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ സ്ക്വയറിൻ്റെ ടൈമിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഏരിയ ഇൻക്രീസ് ആവുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അതായത് ചെറിയ റേഡിയസുള്ള സർക്കിൾ ആണെങ്കിൽ ആ ചെറിയ റേഡിയസിന് സ്ക്വയറിൻ്റെ റേഷ്യോ ആയിരിക്കും എന്ത്? അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. കുറച്ചും കൂടി വലുതാണെങ്കിൽ എന്താണോ അതിൻ്റെ റേഡിയസ് അതിൻ്റെ സ്ക്വയറിന് ആനുപാതികമായിട്ടായിരിക്കും എന്ത് വരുന്നത്? അതിൻ്റെ ഏരിയ വരുന്നത്. ഫസ്റ്റ് റേഡിയസ് ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറിൻ്റെ റേഡിയസിന് ആനുപാതികമായിട്ട് അതിൻ്റെ ഏരിയ. സെക്കൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് എത്രയാണോ അതിൻ്റെ സ്ക്വയറിന് ആനുപാതികമായിട്ടും ആയിരിക്കും സെക്കൻഡിൻ്റെ ഏരിയ. അതുപോലെ തന്നെ തേർഡ് ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു അതിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ എന്നായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിച്ചാൽ കിട്ടുന്നത്, അതായത് ഏരിയ റേഡിയസ് എത്രയാണോ അതിൻ്റെ സ്ക്വയറിൻ്റെ റേഷ്യോ എന്ത് ചെയ്യും? ഇതിൻ്റെ ഏരിയ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ ഒരു അനുപാതം മാത്രം നമുക്ക് കിട്ടി, റേഷ്യോ മാത്രം നമുക്ക് കിട്ടി. എന്തായിരുന്നു? ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസിന് സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റേഡിയസിന് സ്ക്വയർ എത്ര ഇൻക്രീസ് ചെയ്യും അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഏരിയ ഇൻക്രീസ് ചെയ്യും. എങ്കിൽ ഇതിനെ ഇക്വേറ്റ് ചെയ്യണമല്ലോ. ഈ ഒരു എന്താ പറയുക അനുപാതത്തെ നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്തെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. എപ്പോഴെങ്കിലും ഒരു പ്രൊപ്പോർഷൻ സൈൻ ഉണ്ടെങ്കിൽ ആ പ്രൊപ്പോർഷൻ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനൊരു കോൺസ്റ്റന്റ് കെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഏതെങ്കിലും കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്താക്കാം? അതിന് ഈക്വൽ സൈൻ ആക്കാം. എങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കെ ഇൻറ്റു r1 സ്ക്വയർ നമുക്ക് ഇവിടെ എഴുതാം. പക്ഷേ ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ റേഡിയസ് സ്ക്വയർ ചെയ്താൽ പോരെ. ഏരിയ ബൈ റേഡിയസ് സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. നമ്മൾ ആൾറെഡി ഇവിടെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് റേഡിയസിന്റെ വാല്യൂ അറിയാം. ഇങ്ങനെ ഏതൊരു സർക്കിളിന്റെ ഈ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിച്ചാലും അതെല്ലാം സെയിം വാല്യൂ ആയിരിക്കും. അതെന്തായിരിക്കും? ആ സർക്കിളിന്റെ ഏരിയ എന്താണോ അതിന്റെ റേഡിയസിന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ആ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റന്റ് വാല്യൂ ആണ് എന്ത്? നമ്മളിവിടെ കണ്ടുപിടിച്ച പൈ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഈ രണ്ട് രീതി കണ്ടുപിടിക്കാം. നമുക്ക് ഏതെങ്കിലും സർക്കിളിൻ്റെ ഏരിയ ഉണ്ട്, അതിൻ്റെ റേഡിയസ് ഉണ്ടെങ്കിൽ ആ ഏരിയനെ അതിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പൈൻ്റെ വാല്യൂ കിട്ടും. ഈ പൈൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ ഇടുന്നത് ആ കോൺസ്റ്റന്റ് വരെ നമ്മൾ എന്തെടുക്കുന്നു? ഈ പൈൻ്റെ വാല്യൂ അവിടെ എടുക്കുന്നു. അങ്ങനെ നമുക്ക് ഏതൊരു സർക്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ എന്താ കിട്ടും? പൈ ഇൻറ്റു r സ്ക്വയർ എന്ന് കിട്ടും. ഇപ്പം പ്രൊപ്പോർഷനാലിറ്റി മാറി എന്തായി? ഒരു പൈ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ചെയ്തു ഇൻറ്റു r സ്ക്വയർ ചെയ്തു. അതുകൊണ്ട് ഏത് സർക്കിൾ എടുത്താലും ആ സർക്കിളിൻ്റെ എല്ലാം ഏരിയ അതിന് റേഡിയസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഒരു കോൺസ്റ്റന്റ് വാല്യൂൻ്റെ കൂടെ മൾട്ടിപ്പിൾ ചെയ്യണം. ആ കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഈ പൈ എന്ന് പറയുന്നത്. ഈ പൈൻ്റെ വാല്യൂ എപ്പോഴും 3.14 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു സിംബോളിക്കായിട്ട് പൈ എന്ന് വിചാരിക്കുന്നത്. അതായത് ഏതൊരു സർക്കിളിൻ്റെയും ഏരിയയെ അതിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ എന്തായിരിക്കും? ഈ പറയുന്ന 3.1415 എന്ന് പറഞ്ഞ് കിട്ടും. അതിനെ നമ്മൾ ചുരുക്കി വിളിക്കുന്ന പേരാണെന്ത്? ഈ പറയുന്ന പൈ എന്ന്. അപ്പോൾ പൈ എങ്ങനെ വന്നു എന്നും അതിൻ്റെ ഏരിയ πr സ്ക്വയർ ആയ കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായോ? ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇത് കൂടാതെ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന 1-2 മെത്തേഡുണ്ട്. അതുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ഏരിയ കിട്ടുന്നത്, അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ എന്തൊക്കെ മെത്തേഡുണ്ട്? നമ്മൾ നാച്ചുറലായിട്ട് πr സ്ക്വയർ എഴുതുന്ന അല്ലാണ്ട് വേറെ നാച്ചുറലായിട്ട് എന്തൊക്കെ മെത്തേഡിൽ നമുക്ക് ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ നോക്കാം. നമുക്കിനി ഒരു സർക്കിളിന്റെ ഏരിയ πr സ്ക്വയർ എന്നുവെച്ചാൽ ഒരു സർക്കിൾ എടുത്തു, അതിന്റെ ഏരിയ എങ്ങനെ πr സ്ക്വയർ ആയി, ആ πr സ്ക്വയർ കിട്ടുന്നതിൻ്റെ ഒരു മെത്തേഡ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും ഒരു സർക്കിളിന്റെ ഏരിയ πr സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നത്? എങ്ങനെ അളന്നാൽ കിട്ടും? അത് പിക്ചോറിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ πr സ്ക്വയർ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു വീഡിയോയിൽ കാണാം. എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഏതെങ്കിലും ഒരു സർക്കിൾ എടുത്താൽ അതിൻ്റെ സർക്കംഫറൻസ് 2πr ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ സർക്കംഫറൻസ് 2πr നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ ഏരിയ എങ്ങനെ നമുക്ക് πr സ്ക്വയർ ആവുമെന്ന് നോക്കാം. ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്യാം. എന്നിട്ട് അതിനെ
ജോയിൻ ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി അതെന്തായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരും. നമ്മൾ ചെറിയ രീതിയിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ചെറിയ രീതിയിലുള്ള ഷേപ്പേ കിട്ടുള്ളൂ. അതല്ല നമുക്ക് കുറച്ചും കൂടി മൈന്യൂട്ടായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലേക്കായിട്ട് കിട്ടും. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫിഗറിലേക്ക് നിങ്ങൾ കാണിച്ചു തരുന്നത് എങ്ങനെ ഒരു സർക്കിളിൻ്റെ ഏരിയ πr² ആവുന്നു. നമുക്ക് മാക്സിമം ഒരു എത്രത്തോളം ചെറുതാക്കാമോ അത്രത്തോളം ചെറുതാക്കിയാൽ നമുക്ക് കിട്ടുന്ന ആ റെക്റ്റാങ്കുലർ ഷേപ്പിൻ്റെ ആ ഒരു ആക്യുറസി അത്ര എളുപ്പത്തിൽ അദ്ദേഹം കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം എന്തായിട്ടുണ്ട്, ഇത് റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിട്ടില്ലേ? അപ്പോൾ ഏതൊരു സർക്കിൾ എടുത്താലും അതിനെ നമുക്ക് എന്ത് മൈന്യൂട്ട് പാർട്ടിക്കിളായിട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൻ്റെ ഏരിയ ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾ നോക്കിയേ, ഇതിനെ ഇങ്ങനെ കറക്റ്റ് ഈക്വൽ ഹാഫ് ആയിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തിട്ടല്ലേ ഒന്ന് മേളിലും ഒന്ന് താഴെയായിട്ട് വെച്ചത്. എങ്കിൽ ഒരു സർക്കിളിൻ്റെ ഫുൾ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം ചെറുതാക്കാവോ അത്രത്തോളം ചെറുതാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ എത്രത്തോളം ചെറുതാക്കാവോ അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ ഷേപ്പ് അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിട്ടും. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ഡിവൈഡ് ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിന് എത്രത്തോളം ചെറുതാക്കാവോ അത്രത്തോളം നമുക്ക് എന്ത് കിട്ടും, ആ രീതിയിലുള്ള ഒരു വാല്യൂ നമുക്ക് അവിടെ കിട്ടും. ഇനി ഇതല്ലാണ്ട് ഇത് എങ്ങനെ ഇത് കിട്ടുമെന്ന് നോക്കാം. ഇതൊരു സർക്കിൾ എടുത്താൽ അതിന് രണ്ട് ഈക്വൽ ഹാഫ് ആക്കി കഴിഞ്ഞാൽ ആ ഈക്വൽ ഹാഫിൻ്റെ ഒരു പോർഷൻ വെച്ചാൽ ഒരു πr മുകളിലത്തെ പോർഷൻ വെച്ചാൽ വേറൊരു πr അല്ലേ. അങ്ങനെ മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ഒരു ഫുൾ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരു 2πr സർക്കംഫറൻസ് അതിൻ്റെ താഴത്തെ പോർഷൻ ഒരു πr ആണ്, മുകളിലത്തെ പോർഷൻ ഒരു πr ആണ്. ഈ താഴത്തെ πr ആണ് ഞാൻ താഴെ എടുത്ത് വെച്ചേക്കുന്നത്, മുകളിലത്തെ πr ആണ് മുകളിൽ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് റേഡിയസ് ആയിട്ടല്ലേ ഈ പറയുന്ന വാല്യൂ. അങ്ങനെ നമുക്ക് മനസ്സിലായിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഇതൊരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ബേസിൻ്റെ ഹൈറ്റ് അല്ലേ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. ബേസ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 2πr ആയിരുന്നു. ബേസ് എന്ന് വെച്ചാൽ 2πr ആയിരുന്നു. അതിനൊക്കെ തന്നെ ഹൈറ്റ് എന്ന് വെച്ചാൽ എത്രയായിരുന്നു, 6 ആയിരുന്നു. അപ്പോൾ 2πr × r 2πr². അല്ല ബേസ് എത്രയായിരുന്നു, πr അല്ലേ ഉള്ളൂ. ഫുൾ 2πr ആണെങ്കിലും അതിൻ്റെ ഹാഫ് അല്ലേ നമ്മളിവിടെ ഒരു സൈഡിൽ എടുക്കുന്നുള്ളൂ. അപ്പം πr × r πr² എന്ന് കിട്ടും. അങ്ങനെയായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു സർക്കിളിൻ്റെ ഏരിയ πr² ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ മെത്തേഡ് കാണിച്ചു തന്നത്. അത് ഇങ്ങനെ ചിന്തിക്കേണ്ട, ഒരു സർക്കിളിൽ നമ്മൾ ഈക്വൽ ഹാഫ് ആക്കുന്നു, അതിൽ ഒരു ഹാഫ് പോർഷനാണ് ഇവിടെ വരുന്ന ലെങ്ത് അല്ലേ, ഒരു ഹാഫ് അല്ലേ ഇങ്ങനെ നൂന്നിട്ട് ഇവിടെ വന്നത്, മറ്റേ മേളത്തെ ഹാഫ് അല്ലേ നൂന്നിട്ട് മേളിൽ വന്നത്. അപ്പം മൊത്തം 2πr ആണെങ്കിൽ അതിൻ്റെ ഹാഫ് പോർഷൻ ഇവിടെ വന്നു πr ആയി. അതിനൊക്കെ റേഡിയസ് ആയിരുന്നു ഹൈറ്റ്, πr × ഹൈറ്റ്. πr × r എത്ര കിട്ടും, πr² എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും പിക്ചോറിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്ത്, ഒരു സർക്കിളിൻ്റെ ഏരിയ നമ്മൾ റെക്റ്റാങ്കിളായിട്ട് കൺവേർട്ട് ചെയ്താൽ അതിൻ്റെ ഏരിയ എത്ര കിട്ടും, πr² എന്ന് പറഞ്ഞ് കിട്ടും.